നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിമോട്ട് സെൻസിങ് ആണ്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിമോട്ട് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള എന്നുള്ളതാണ് റിമോട്ട് എന്ന് പറഞ്ഞാൽ. സെൻസിങ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഡാറ്റ. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സാധനങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്, വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. അതാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് ഈസ് ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് അക്വയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഒബ്ജെക്ട്, ഏരിയ ഓർ ഫിനോമിനൻ under study without actually being any physical contact with them. This is done by sensing and recording reflected or emitted energy and processing, analyzing and applying the information. അപ്പോൾ റിമോട്ട് സെൻസിങ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ ഈ എർത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഡയറക്റ്റ് ഉള്ളൊരു കോണ്ടാക്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നമുക്ക് ഏതൊരു ഫീച്ചറിനെ പറ്റിയിട്ടാണോ നമുക്ക് പഠിക്കേണ്ടത്, ആ ഫീച്ചറിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന എനർജി, ആ എനർജീനെ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഡാറ്റ കളക്ട്, അപ്പോൾ റിമോട്ട് സെൻസിങ് നമുക്കറിയാം, റിമോട്ട് സെൻസിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അധികം ഹൈറ്റിലുള്ള സാധനങ്ങളല്ലെങ്കിൽ നമുക്ക് ക്രെയിൻസ് യൂസ് ചെയ്യാം. ക്രെയിൻസിൽ ക്യാമറ ഫിക്സ് ചെയ്ത് നമുക്ക് ടോപ്പ് സർഫസിലുള്ള എർത്തിൻ്റെ സർഫസിലുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ക്യാമറ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഫോറസ്റ്റിനെ പറ്റിയിട്ടും വാട്ടർ ബോഡീസിനെ പറ്റിയിട്ടൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റിലാണെങ്കിൽ ഒരു സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഇങ്ങനെ പല എന്താ പറയുക സെൻസേഴ്സ്, മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൻസേഴ്സ്. നമ്മൾ യൂസ് ചെയ്യും സെൻസേഴ്സിൻ്റെ ഒരു കേരിയറാണ് ഈ ക്രെയിൻസോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റോ സാറ്റലൈറ്റോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാസും റഡാർസും ഒക്കെയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് സെൻസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻസേഴ്സ് ആർ മൗണ്ടഡ് ഓൺ എ പ്ലാറ്റ്ഫോം ലൈക്ക് എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ് എക്സെട്ര. ചെറിയ ഹൈറ്റിലാണെങ്കിൽ നമുക്ക് ക്രെയിൻസും യൂസ് ചെയ്യാം. അങ്ങനെ മൗണ്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് മാനിപ്പുലേറ്റഡ്, മോഡിഫൈഡ് ആൻഡ് സെൻഡ് ബാക്ക് ടു സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം, അതിന് മാനിപ്പുലേറ്റ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റോറേജ് ഡിവൈസിലേക്ക് നമ്മളതിനെ സെൻഡ് ചെയ്യണം. സ്റ്റോർഡ് ഡാറ്റ ഈസ് പ്രോസസ്ഡ് ടു പ്രൊഡ്യൂസ് ഫോട്ടോഗ്രാഫ്സ് ഓർ അതർ ഡിജിറ്റൽ ഡാറ്റ സ്റ്റോറേജ് മീഡിയം. അപ്പോൾ ഈ നമ്മൾ കളക്ട് ചെയ്ത ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് മാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷനോ ഒക്കെ ടേബിൾ ഓർ ഫോമിലോ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കണം. അതാണ് നമുക്ക് മനസ്സിലാവുന്നത് പറഞ്ഞാൽ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ, അതേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിമോട്ട് സെൻസിങ് ചെയ്യുന്നത്. They are interpreted visually or digitally to produce thematic maps and other resource information. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു മാപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അത് ഡിജിറ്റലി എന്തെങ്കിലും ടേബിളാർ ഫോമിലോ ഏതെങ്കിലും ഗ്രാഫിൻ്റെ ഫോമിലോ ഏതെങ്കിലും രീതിയിൽ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് എന്താ, ഒരു റിമോട്ട് സെൻസിങ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. ആ ഐ എങ്ങനെയാണോ നമ്മൾ കണ്ടുകൊണ്ട് ഓരോ സാധനത്തിനെയും കണ്ടിട്ട് എങ്ങനെയാണോ അതിനെ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളെ കണ്ണിൽ നമ്മളൊരു ഇമാജിൻ ഉണ്ടാക്കി വെക്കുന്നത്, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് റിമോട്ട് സെൻസിങ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എന്ന് പറയുന്നത് റേഡിയേഷൻ ഓഫ് സൺ ഓർ അതർ സോഴ്സസ് റിഫ്ലക്റ്റഡ് ബൈ ദ ഒബ്ജക്റ്റ്. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് എങ്ങനെയാണ്, ആ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു റേഡിയേഷൻ വന്നിട്ട് തട്ടുമ്പോൾ വരും, എന്നിട്ട് അത് തിരിച്ച് വന്നിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്തുവിനെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഡിയേഷൻ ഓഫ് സൺ ഓർ എനി സോഴ്സ്, സണ്ണാവാം അല്ലെങ്കിൽ നമുക്ക് ലൈറ്റിൽ നമുക്ക് വസ്തുക്കൾ കാണാം, ഏതെങ്കിലും ഒരു സോഴ്സ് എന്നുള്ള എന്താ പറയുക റേ എന്ത് ചെയ്യണം, ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ഹ്യൂമൺ ഐ എന്ന് പറയുന്ന സെൻസർ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ ഹ്യൂമൻ ഐ എന്ത് ചെയ്യും, ആ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആ റേസിനെ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. സെൻസർ വിച്ച് ഡിറ്റക്ട് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഇമേജ് ഫോംഡ് അറ്റ് ദ റെറ്റിന ബൈ ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ റിഫ്ലക്റ്റഡ് റേസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇമേജ് ഫോം ചെയ്യും. അങ്ങനെ ആ കിട്ടുന്ന ഇമേജിനെ നമ്മളെ ഹെഡാണ്, അതെന്ത് ഒരു ഇമേജ് ഉണ്ടാവുകയുള്ളൂ, അത് എന്ത് ഇമേജാണ്, അതൊരു വെള്ളമാണോ അതൊരു മരമാണോ എന്നുള്ള എന്തെങ്കിലും നമുക്ക് അതിനെപ്പറ്റിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്, ആ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഹെഡ്. അപ്പോൾ ഹെഡ് ഇസ് ദ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് സെൻസർ ഈസ് പ്ലേസ്ഡ്. ഹെഡിലാണ് നമ്മൾ എന്ത് വെച്ചത്,
ഈ സെൻസർ വെച്ചത്. ആ ഹെഡിലുള്ള നെർവസ് സിസ്റ്റമാണ് എന്ത് ചെയ്ത് ഈ ഇൻഫർമേഷനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബ്രെയിനിൽ വെച്ചിട്ട് ആ ബ്രെയിനാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എന്തും നമ്മുടെ ഈ റിമോട്ട് സെൻസിങ്ങിലും ഇതാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിൽ നിന്ന് റേസ് വന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിൽ വരും. ആ ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ സെൻസേഴ്സ്, ക്യാമറാസോ റഡാർസോ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്? നമ്മൾ ഐയിലാണെങ്കിൽ ബ്രെയിനാണ് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പ്രോസസ്സിങ് സെൻറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ സെൻഡ് ചെയ്യും. അവിടെ നിന്ന് അത് പ്രോസസ്സ് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളൊരു വ്യക്തമായ രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യും. അത് തന്നെയാണ് റിമോട്ട് സെൻസിങ്ങിന് സംഭവിക്കുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമൺ ഐ ആൻഡ് ബ്രെയിൻ സിസ്റ്റം വർക്ക്സ് ഓൺലി അണ്ടർ വിസിബിൾ ലൈറ്റ്. അത് വിസിബിൾ ലൈറ്റിൽ മാത്രമാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റുക. ഫോർ ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ ഓഫ് അതർ പാർട്സ് ഓഫ് EM സ്പെക്ട്രം സെൻസേഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ EM സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ EM സ്പെക്ട്രത്തിൽ എന്തൊക്കെ ഉണ്ട്? വിസിബിൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, ഗാമ റേസ്, ബീറ്റ റേസ്, അങ്ങനെ പല റേസും ഉണ്ട്. അപ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻസേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ റിമോട്ട് സെൻസിങ് ഓഫ് എർത്ത് റിസോഴ്സസ് ഇൻവോൾവ്സ് 2 ബേസിക് പ്രോസസ്സ്. റിമോട്ട് സെൻസിങ് നമ്മൾ ബേസിക്കുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡാറ്റ അക്വിസിഷൻ പ്രോസസ്സും പിന്നെ ഒന്ന് ഡാറ്റ അനാലിസിസും ആണ്. ഡാറ്റനെ അക്വയർ ചെയ്യണം, പിന്നെ അതിനെ അനാലിസിസ് ചെയ്യണം. പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് ഓഫ് റിമോട്ട് സെൻസിങ് സിസ്റ്റം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിൽ അടങ്ങിയിട്ടുള്ള എന്താ പറയുക കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഒരു എനർജി സോഴ്സ് ഉണ്ട്, ഒരു എനർജി സോഴ്സ് വേണം. എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ, അത് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ഫീച്ചേഴ്സ്, എർത്ത് സർഫസിലുള്ള ഫീച്ചേഴ്സായിട്ട് അതിനൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ ദി സെൻസസ്, അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന എനർജീനെ ആ ഒരു സെൻസേഴ്സ് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ, അതിനെ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും, എന്നിട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്, ആപ്ലിക്കേഷൻ. ഇതാണ് റിമോട്ട് സെൻസിങ്ങിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫിഗറിലൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സോഴ്സ് ഓഫ് എനർജി കാണാം. സണ്ണിനെയാണ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കാണുന്നത്. അപ്പോൾ സണ്ണിൽ നിന്നൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇവിടേക്ക് എർത്തിലേക്ക് വരുന്നുണ്ട്. ആ എർത്തിലേക്ക് വരുന്ന വഴിക്ക് അത് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അതിന് ഇൻട്രാക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എർത്ത് സർഫസിലെ ഫീച്ചറിനെ വന്നിട്ട് അത് തട്ടും. ആ തട്ടുന്ന സമയത്ത് എർത്ത് സർഫസിൻ്റെ ഫീച്ചറായിട്ട് അതിനൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ പല രീതിയിലും. അതെന്ത് തന്നെയാലും അതിന് ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് വരുന്ന ഒരു റേസാണ് ഇവിടെ കാണിച്ചത്. അതിന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസാണ് ഇവിടെ കാണിച്ചത്. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസും എന്താ? അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ആ ഒരു റേസിനെയാണ് ആര് കണക്ട് ചെയ്യുന്നത്? സെൻസേഴ്സ്. ഈ എയർക്രാഫ്റ്റിൽ വെച്ച സെൻസർ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് അതിനെ എവിടേക്ക് എന്ത് ചെയ്യും? സെൻസിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിക്ചോറിയൽ, വാട്ടർ ബോഡീസ് ആണെങ്കിൽ പിക്ചോറിയൽ, അതുപോലെ തന്നെ ഡാറ്റ ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റ, അത് രണ്ടും നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും അതായിരിക്കും സെൻസിങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടോ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വെച്ചിട്ട് നമ്മൾ അതിനെ വിഷ്വലായിട്ടുള്ള ഡാറ്റയുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റയുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? അനാലിസിസ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രൊഡക്റ്റാക്കി മാറ്റും. അതായത് ഒരു മാപ്പായിരിക്കാം, ടേബിളർ കോളമായിരിക്കാം, എന്തെങ്കിലും ഒരു ഡാറ്റ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം, അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്.